ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നഴ്സുമാർക്ക് ദുബായിലോട്ട് കുറച്ച് വാക്കൻസീസ് വന്നിട്ടുണ്ട്. നഴ്സുമാർക്ക് മാത്രമല്ല, ഒരു ഹോസ്പിറ്റലിലോട്ട് നഴ്സുമാർക്കും പിന്നെ ജനറൽ ഡെൻറ്റിസ്റ്റുമാർക്കും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സിനും അക്കൗണ്ടൻസിനും കുറച്ച് വാക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വാക്കൻസീസാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിൻ, നിങ്ങളുടെ സ്വന്തമാരൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് UAE സൗദി ജർമ്മൻ ഹെൽത്തിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ദുബായിലും അതുപോലെ തന്നെ റാസൽ ഖൈമയിലും ആണ് ഈ ഹോസ്പിറ്റലുള്ളത്. പിന്നെ അവർ ചോദിച്ചേക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഡയാലിസിസ് സ്റ്റാഫ് നഴ്സ്, അതുപോലെ തന്നെ ER, NICU, PICU, അതുപോലെ തന്നെ പീഡിയാട്രിക് വാർഡ് ചാർജ് നഴ്സ്, അതുപോലെ തന്നെ ഡെൻ്റൽ നഴ്സ്, അസിസ്റ്റൻറ്റ് നഴ്സ്, OPD, സ്റ്റാഫ് നഴ്സ്, OPD. അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിലോട്ടാണ് വാക്കൻസി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ BSc നഴ്സാണ്. പിന്നെ ലൈസൻസ് വാലിഡ് DHA അല്ലെങ്കിൽ MOH അല്ലെങ്കിൽ എലിജിബിലിറ്റി ലെറ്റർ ഉണ്ടായിരിക്കണം. അതും അല്ലെങ്കിൽ ട്രാൻസ്ഫറബിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. അതായത് DHA നിന്ന് ഹാദിലോട്ടോ, ഹാദിൽ നിന്ന് DHAയിലോട്ടോ ട്രാൻസ്ഫറബിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ UAE അല്ലെങ്കിൽ GCC എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ പ്രിഫർ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇത് ഹോസ്പിറ്റൽ ഇമെയിൽ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ആ ഇമെയിലോട്ട് നിങ്ങൾ നിങ്ങളുടെ CVയും കാര്യങ്ങളൊക്കെ അയക്കുക കേട്ടോ. നിങ്ങൾ അയക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ നേഴ്സ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് പിന്നെ നിങ്ങൾ ഏതാണോ സ്പെഷ്യാലിറ്റി അപ്ലൈ ചെയ്യുന്നത് ആ സ്പെഷ്യാലിറ്റി മെൻഷൻ ചെയ്യുക. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അത് മറക്കാതിരിക്കുക കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വാക്കൻസി ഗുഡ് വിൽ ക്ലിനിക്കിലോട്ടാണ് കേട്ടോ. രജിസ്റ്റേർഡ് നഴ്സസ് ഫീമെയിൽസിനാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ DHA എലിജിബിലിറ്റി ലെറ്റർ ഉണ്ടായിരിക്കണം. ഹിന്ദി ഉറുദു സ്പീക്ക് ചെയ്യുന്നവരെ പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗുഡ് വിൽ ക്ലിനിക്കിലോട്ട് ജനറൽ ഡെന്റിസ്റ്റിനെ ചോദിച്ചിട്ടുണ്ട്, ഫീമെയിൽസിനാണ് ചോദിച്ചിട്ടുള്ളത്. അവർക്ക് DHA എലിജിബിലിറ്റി ലെറ്റർ ഉണ്ടായിരിക്കണം. അവർക്കും ഹിന്ദി അല്ലെങ്കിൽ ഉറുദു സ്പീക്കിംഗ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിനെ ചോദിച്ചിട്ടുണ്ട്. 1 to 2 year എക്സ്പീരിയൻസ് ഇൻ UAE ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് ഇൻഷുറൻസിനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. അവരെയും ഹിന്ദിയും ഉറുദുവും അറിയുന്നവരെ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഗുഡ് വിൽ ക്ലിനിക്കിൽ തന്നെ അക്കൗണ്ടന്റിനെ ചോദിച്ചിട്ടുണ്ട്. അക്കൗണ്ടന്റ് മെയിലിനെയാണ് ചോദിച്ചിട്ടുള്ളത്. 1 to 2 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഗുഡ് വിൽ ക്ലിനിക്കിലോട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 10/10/2025 അതായത് ഫ്രൈഡേ ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ ജോബ് മാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദുബായിലെ ലൈഫ് ക്ലിനിക്കിലോട്ടാണ് കേട്ടോ. ഇവിടെ ചോദിച്ചേക്കുന്നത് റേഡിയോഗ്രാഫേഴ്സിനാണ് ചോദിച്ചേക്കുന്നത്. അവരുടെ എലിജിബിലിറ്റി വേണ്ടതെന്ന് വെച്ചാൽ DHA ലൈസൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ DHA എലിജിബിലിറ്റി ലെറ്റർ ഉണ്ടായിരിക്കണം. ഇവർ ഫീമെയിൽസിനെയാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബുർജിയിലെ അൽ ധാന ഹോസ്പിറ്റലിലെ വാക്കൻസിയാണ് കേട്ടോ. അപ്പോൾ രജിസ്റ്റേർഡ് നഴ്സസിനാണ് ചോദിച്ചേക്കുന്നത്. ഡയാലിസിസിലും മിഡ്വൈഫിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് അവർ ചോദിച്ചേക്കുന്നത്. ഇതിനകത്ത് ജെൻഡർ മെൻഷൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി വരുന്നതെന്ന് വെച്ചാൽ DOH ലൈസൻസ് അല്ലെങ്കിൽ DOH പാസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതും അല്ലെങ്കിൽ DHA ലൈസൻസ്ഡ് കാൻഡിഡേറ്റ്സിനെയാണ് അവർ ചോദിച്ചേക്കുന്നത്. ഈ ജോബ് അപ്ലൈ ചെയ്യേണ്ട ഇമെയിൽ അഡ്രസ്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാകും. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ നിങ്ങളുടെ ഇമെയിലിൽ നിങ്ങൾ സെൻഡ് ചെയ്യുന്ന ഇമെയിലിൽ അതിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങളുടെ പൊസിഷൻ മസ്റ്റായിട്ട് മെൻഷൻ ചെയ്യുക. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഇത്രയും വാക്കൻസീസ് നമ്മൾ ഹോസ്പിറ്റൽ ഡയറക്റ്റ് അവരുടെ ഇമെയിലോട്ടാണ് അയക്കേണ്ടത്. അപ്പോൾ അവരുടെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾ എത്രയും വേഗം ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്തായാലും ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ ഇനിയും നഴ്സസ് വാക്കൻസീസ് ഞാൻ ഈ വരും വീഡിയോയിലൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്